കുഴപ്പമില്ലായിരുന്നു. ഞാൻ വലിയായിട്ടൊന്നും കരയെന്നൊക്കെ ഓർത്തു, പക്ഷെ കരഞ്ഞൊന്നുമില്ല. അത് കൊള്ളായിരുന്നു. നീതാപ്പിള്ളയുടെ സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. വലിയ കുഴപ്പമില്ലെന്ന് അത്രേ ഉള്ളൂ. റിയലായിട്ട് തോന്നും. മീൻസ് എങ്ങനെ പറയണേ, നമ്മുടെ ജീവിതാനുഭവം പോലെ നമ്മൾക്കത് ഉൾക്കൊള്ളാനോ അത് വല്ലാത്തൊരിതാണ്. ദിലീപിൻ്റെ അഭിനയം ശരിക്കും സങ്കടം. എനിക്ക് ആ കഥാപാത്രം അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയല്ലോ, എന്നെ കൊണ്ട് ആരും പറയിപ്പിച്ചതല്ല, ഞാൻ ശരിക്കും എൻ്റെ ഉള്ളിൽ തട്ടിയതാണ്. നല്ല ഫീലിംഗ് ആണ്, സങ്കടമാണ്. സമ്മതിച്ച് പൈസ കൊടുത്താലെന്താ. കാണേണ്ട പടം തന്നെയാണ്. ഇതേപോലൊരു നാടിങ്ങനെ ഇല്ലാണ്ടായത് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. നല്ല പടം, സംവിധായകൻ കലക്കി, ക്യാമറ അതിലേറെ. ദിലീപേട്ടൻ പറയണോ, പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ദിലീപേട്ടൻ എല്ലാ ചേരുവകളും സിനിമയിലുണ്ട്, എല്ലാവർക്കും ചേരുവകളുണ്ട്. ദിലീപേട്ടൻ്റെ കാര്യം പറയണം. ദിലീപേട്ടൻ ഇമോഷണൽ സീൻസ് ഒക്കെ എത്രയും പക്ക സത്യം. ഞാനത് പറയാൻ കരഞ്ഞു പോകുന്നു പറയാൻ പോകുമായിരുന്നു. സംഗതി മാസാണ്. നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കൊന്നും വേറെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇതിൻ്റെ ഭാഗഭാഗം കഴിഞ്ഞതിൽ വലിയ സന്തോഷിക്കുന്നു, അഭിമാനിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിനൊക്കെ അവാർഡ് കിട്ടേണ്ട എല്ലാവിധ ചേരുവകളുള്ളൊരു മാസ് മസാല എൻ്റർടൈൻമെൻ്റ് ആണ്, ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ദിലീപേട്ടന് മാസ് പറ്റുമെന്ന് തെളിയിച്ചൊരു നമ്മുടെ ഉടലുള്ള സംവിധായകൻ്റെ ഒരു മികച്ച, ദിലീപേട്ടൻ്റെ ഒരു അഭിനയ മികവും മികച്ചതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ പാപ്പന് ശേഷം നീതാപ്പിള്ള ഗംഭീരമായിട്ട് പ്രണയം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ദിഖയുടെയൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് മികച്ചതായിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു ജനപ്രിയ നായകൻ്റെ ഒരു ദിലീപേട്ടൻ്റെ ഒരു ഇതിഹാസത്തിലടിക്കും തങ്കമണി. സിനിമ അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷത്തിലാണ് ഈ സിനിമയിലെ ഒരു ഭാഗമാവാൻ സാധിച്ചത്. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. അതിനായിട്ട് ഡയറക്ടറിനോടും പ്രൊഡ്യൂസേഴ്സിനോടും നമ്മുടെ ക്രൂവിനോടും എല്ലാവരോടും ഇപ്പോഴും വീണ്ടും ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കേട്ടറിഞ്ഞും ഒക്കെയുള്ള ഒരു അനുഭവങ്ങളേ ഉള്ളൂ. നമ്മളിതിങ്ങനെ ഒരു സംഭവം ഒരു സിനിമയായി വരുമ്പോൾ ഉള്ള കുറേ പ്രതീക്ഷകളുണ്ട്. പക്ഷേ എനിക്കിതിൽ ഏറ്റവും അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നത് നമ്മൾ ഇത്രയും ഒരു സ്ക്രീനിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഫീലിങ്സോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കഥകൾ ഇനിയും ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള എല്ലാ സിനിമകളും വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ റിയൽ സ്റ്റോറി സിനിമകളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, പ്രേക്ഷകരോടൊപ്പം ഇരുന്നാലും ഞാനല്ലേ കണ്ടത്. അതായത് പ്രേക്ഷകരും നമ്മളും എല്ലാം ഈക്വലാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനൊരു അഭിനേതാവ്, അത് കഴിഞ്ഞ് കാണുമ്പോൾ എൻ്റെ വിഷ്വലും നമ്മളെല്ലാം ഒരു ഞാനിപ്പോഴാണ് നിങ്ങളുടെ ഒപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു നാടിൻ്റെ കഥ പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രേക്ഷകരെ നമ്മളെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഈക്വൽ. ഞാൻ എൻ്റെ കണ്ണിൽ എൻ്റെ മനസ്സിലും തോന്നുമല്ലോ നിങ്ങൾ